യൂട്യൂബ് കുടുംബത്തിലെ എൻ്റെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് 1-2 കമൻറ്റുകൾ വന്നു. പഴയ തലമുറയിലെ രീതികൾ പുതിയ തലമുറയ്ക്കും കാണിച്ചു കൊടുക്കണം എന്ന്. എന്നാൽ ഞാൻ വിചാരിച്ചു ഇന്ന് മൺചട്ടി ഉപയോഗിച്ച് ഒരു ചിക്കൻ കറി വെക്കാം എന്ന്. നമ്മൾ ഫാമിലിയൊക്കെ വിട്ട് തനിയെ താമസിക്കുമ്പോഴാണ് ഒരു കറിയൊക്കെ വെക്കുന്നതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ ആദ്യമായി കുവൈറ്റിൽ പോയപ്പോഴാണ് കുറേ കറികളൊക്കെ വെക്കാൻ പഠിച്ചത്. ഇന്നത്തെ വീഡിയോ ബാച്ചിലേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ്. അപ്പം നമുക്ക് തുടങ്ങാം. ഇതാണ് ഉരൽ. തനി നാടൻ കറി വെക്കാൻ ഉദ്ദേശിച്ചതുകൊണ്ടാണ് പഴയ രീതിയിലുള്ള ഉരളിൽ തന്നെ ഇടിച്ചെടുക്കാൻ ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ നമ്മൾ ഉരളൊന്നും ഉപയോഗിക്കാറില്ല, എല്ലാവരും മിക്സിയാണ് ഉപയോഗിക്കാറുള്ളത്. ഞാനൊരു 2 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ്. ഇനി അതിലേക്ക് ഒരു 7 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് നമുക്കിതിനെ നന്നായി ചതച്ചെടുക്കാം. ചതച്ചെടുക്കാൻ സൗകര്യമില്ലെങ്കിൽ പൊടിയായി അരിഞ്ഞെടുത്താലും മതി. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി ചതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 കിലോ ചിക്കന് ഒരു നല്ല വലിപ്പമുള്ളതാണെങ്കിൽ ഒരു 3 സവോളയോ, ഇനി തീരെ വലിപ്പം കുറഞ്ഞതാണെങ്കിൽ ഒരു 4-5 സവോളയോ എടുത്ത് നന്നായി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ 1 കിലോ മിച്ചം ചിക്കനാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള സവോള ചെറുതായതിനാൽ ഒരു 5 സവോള ഞാൻ ചെറുതായിട്ട് നന്നായി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇച്ചിരി സാവധാനത്തിൽ ചെയ്യുക, കൈമുറിയാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് ഒരു 3 അല്ലെങ്കിൽ 4 പച്ചമുളക് നന്നായി നീളത്തിൽ കീറിയെടുക്കാം. അതിനുശേഷം ഒരു ചെറിയ തക്കാളി എടുത്ത് അതും നന്നായി ചെറുതായി അരിഞ്ഞെടുക്കുക. പൊടിയായി അരിയേണ്ട ആവശ്യമില്ല, നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കുക. അങ്ങനെ നമ്മൾ ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ച് അതിലേക്ക് ഒരു കുറച്ച് കരിയാപ്പില കൂടി എടുത്തു വെക്കുക. ഇത് വീഡിയോയിൽ കണ്ടോ, ഞാൻ ഇത്ര സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 1 കിലോ മിച്ചം ചിക്കന് 1.5 ടീസ്പൂൺ മിച്ചം മുളക് പൊടിയും, അതുപോലെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും, അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മിച്ചം മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കാശ്മീരി പൊടി നമ്മൾ എന്തിനാണ് ഇടുന്നത് എന്ന് വെച്ചാൽ നല്ല കളറ് കിട്ടാനും കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാനും കാശ്മീരി ചില്ലി സഹായിക്കും. മല്ലിപ്പൊടിയും അതുപോലെ തന്നെയാണ്. നല്ല കട്ടിയായിട്ടുള്ള കറി കിട്ടണമെങ്കിൽ മല്ലിപ്പൊടിയും നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുക. ഇനി നമ്മൾ മിക്ക സമയത്ത് നമുക്ക് സംഭവിക്കുന്നത് പൊടികൾ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആകാതിരിക്കാൻ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടെ അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അത് കറി ഉണ്ടാക്കുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാതിരിക്കും. 1.5 ടീസ്പൂൺ മുളക് പൊടിക്ക് 2 ടീസ്പൂൺ അടുത്ത് നമുക്ക് മല്ലിപ്പൊടിയും എടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച പൊടികളാണെങ്കിൽ കറിക്ക് പ്രത്യേക സ്വാദും മണവും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഒരു മൺചട്ടിയോ അല്ലെങ്കിൽ കറി വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രമോ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിലോ ഒഴിച്ചു കൊടുക്കുക. അത് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. ടീസ്പൂണും ടേബിൾ സ്പൂണും തമ്മിൽ വ്യത്യാസമുണ്ട്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക.
പ്രത്യേകം ശ്രദ്ധിക്കണം, തീ വളരെ കുറച്ച് മാത്രം വെക്കുക. ഈ സ്റ്റെപ്പുകളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ തീ വളരെ കുറഞ്ഞു വേണം ഇരിക്കാൻ വേണ്ടി. എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുള്ള സാധനങ്ങളാണ്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവോളയും ഇട്ട് കൊടുത്ത് അതും നമുക്ക് നന്നായി ഇളക്കിയെടുക്കണം. വീഡിയോ ഞാൻ കട്ട് ചെയ്യാതെ കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ശരിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് എല്ലാം കട്ട് ചെയ്യാതെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സവോളയൊക്കെ ഇട്ട് നന്നായി ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് അല്പം ഉപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമുക്കൊരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണോ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവോളയൊന്ന് പെട്ടെന്ന് വാടി വരാൻ ഉപ്പ് നമ്മളെ സഹായിക്കും. കറി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് കാണിക്കാം. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും നന്നായി ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് എല്ലാം നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അടിയിൽ പിടിക്കാതിരിക്കാനാണ് നന്നായി ഇളക്കി കൊടുക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാം കൂടെ നന്നായി ഇളക്കി കൊടുക്കുക. ഏകദേശം നമുക്ക് മൂത്ത് വരുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് എല്ലാം കൂടെ ഇങ്ങനെ സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇതേ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെ എല്ലാം സൈഡിലോട്ട് മാറ്റി വെക്കുമ്പോൾ നടുഭാഗത്ത് നമ്മുടെ എണ്ണയെല്ലാം വന്നു ചേരും. അതിനകത്തോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നല്ല കട്ടിയായതുകൊണ്ട് നമുക്ക് ആ എണ്ണയിലിട്ട് തന്നെ നന്നായി മൂപ്പിച്ചെടുക്കുക. നമ്മൾ മസാലകൾ ഇടുമ്പോൾ ആദ്യം തന്നെ ഇടേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. കാരണം മഞ്ഞൾപ്പൊടിക്ക് കട്ടി കൂടുതലായതുകൊണ്ട് അത് നന്നായി മൂത്ത് വരണം. ഇനി നമുക്ക് ഇട്ട് കൊടുത്ത മഞ്ഞൾപ്പൊടി മൂത്ത് വരുമ്പോൾ നമുക്ക് സവോളയും ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ കുഴച്ച് വച്ചിരിക്കുന്ന മസാലകൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമ്മൾ അതും നന്നായി ഇളക്കി കൊടുക്കുക. തീ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് കൂട്ടി വെക്കാതിരിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കറി ഉണ്ടാക്കുമ്പോൾ അത് നന്നായി കിട്ടണമെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ മസാലകൾ ഒരുമാതിരി മൂത്ത് വന്നു എന്ന് തോന്നുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തക്കാളിയെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. തക്കാളി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മുടെ മസാലയും തക്കാളിയും എല്ലാം കൂടെ തട്ടിക്കൂട്ടി എല്ലാം കൂടെ ഒരു സൈഡിലോട്ട് വെക്കുക. ഒരു സൈഡിൽ നിന്ന് പറഞ്ഞാൽ നടുക്കോട്ട് വെക്കുക. നടുക്കോട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു 1.5-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായി വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ തക്കാളി ഇപ്പം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. അത് വിട്ടിട്ട് നമുക്ക് വെന്ത് വന്നുകൊണ്ടിരിക്കുന്ന തക്കാളിയെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയിലിട്ട് നന്നായിട്ട് മിക്സ് ആകണം തക്കാളി. അങ്ങനെ അതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക.
ഇത് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഏകദേശം തക്കാളിയൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് ഒന്ന് വെന്ത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം തീ നന്നായി കൂട്ടി വെക്കുക. തീ നന്നായി കൂട്ടി വെച്ച് നമുക്ക് ചിക്കനെ ആ മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് തീ കൂട്ടി വെക്കുക. ഇളക്കി കൊടുത്തൊരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. കാരണം ആ മസാലയൊക്കെ നമ്മൾ നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അങ്ങനെ എല്ലാം ഇളക്കി കൊടുത്ത് ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. നമുക്ക് ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ വേകുമ്പോൾ തന്നെ കുറച്ച് വെള്ളം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ്റെ ഗ്രേവി ഒന്ന് കൈകൊണ്ടെടുത്ത് നോക്കി അതിന് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പില്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കുറവാണ് എന്ന് തോന്നിയാൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ ചിക്കനെ നമുക്ക് വേവിച്ചെടുക്കാം. ചിക്കന് വളരെ വേവ് കുറവാണ്. അപ്പോൾ നമ്മൾ നോക്കി അതിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോ നമുക്ക് വേവിച്ചെടുക്കാം. കറി ഉണ്ടാക്കിയതിന് ശേഷം ഉടനെ തന്നെ ഉപയോഗിക്കാതെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ കഴിഞ്ഞ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ മസാലകളൊക്കെ നന്നായി കഷ്ണങ്ങളിൽ പിടിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കറിക്ക്. അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് ഒരു 2-3 പച്ചക്കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.